ഹലോ വെൽക്കം ബാക്ക്. എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിരി വന്നിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനൊരു ടെസ്റ്റ് മത്സരം ഞാൻ അടുത്ത കാലത്തെങ്കിലും കണ്ടിട്ടില്ല. അതെ, ആദ്യ ഡേയിൽ തന്നെ ഏകദേശം മത്സരം അവസാനിക്കേണ്ട ഒരു മത്സരമാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നാളെ ആദ്യത്തെ സെഷനപ്പുറം ഈ ഒരു ടെസ്റ്റ് മത്സരം ചിലപ്പോൾ നീണ്ടു പോയേക്കില്ല. ബാക്കി എല്ലാവർക്കും സൗത്ത് ആഫ്രിക്കയെ ടൂർ അടിച്ചിട്ട് ബാക്കി തിരിച്ചു പോകാമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാം ടെസ്റ്റ് ഒരു അവലോകനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യ സെഷൻ 1 തന്നെ നമുക്ക് മനസ്സിലായി വിക്കറ്റുകൾ ചറപറ പോകുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് തികച്ചും ബോളർമാർക്ക് മാത്രം ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് എന്ന്. സിറാജിൻ്റെ മികച്ച ബോളിംഗ് അവിടെ സൗത്ത് ആഫ്രിക്ക ശരിക്കും തകർന്നു. 55 ഓൾ ഔട്ട്. ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ കളിയാക്കി പറഞ്ഞു, സൗത്ത് ആഫ്രിക്കയുടെ ഈ ഒരു സ്കോർ ബോർഡ് കണ്ടിട്ട് എനിക്ക് മൊബൈൽ ഡിജിറ്റ് പോകുന്ന പോലെ തോന്നുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യക്കും ആ ഒരു തകർച്ച ആദ്യം തന്നെ വന്നു. യശസ്വി ജയ്സ്വാൾ ഡെക്ക്. ഞാൻ വീണ്ടും പറയുകയാണ്, യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുമ്പോൾ കൂടുതലും ഇന്ത്യയിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസുമായിട്ട് മാച്ച് ആകുന്ന കൺട്രികളിൽ കൊടുത്തിട്ട് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലുള്ള സൗത്ത് ആഫ്രിക്ക പോലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഫോർമാറ്റ് കളിക്കാൻ പറ്റിയ പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇൻഎക്സ്പീരിയൻസ് ആണ് ഇവിടെ പ്രശ്നമാകുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കരിയറിനെ തന്നെ നശിപ്പിച്ച് കളയാവുന്ന രീതിയിലാണ് ഇപ്പോൾ കൊണ്ട് സൗത്ത് ആഫ്രിക്കയിലിട്ട് വെറുതെ കളിപ്പിക്കുന്നത്. ഒരു ഇന്ത്യയിൽ തന്നെ കളിച്ച് സെറ്റായി കൂടുതൽ ടെസ്റ്റിൽ അവസരങ്ങൾ കൊടുത്തിട്ട് ഓവർസീസ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ രോഹിത് ശർമ്മയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിനേക്കാൾ അപേക്ഷിച്ച് അദ്ദേഹം കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി ഒരു മത്സരത്തിൽ ബോളുകളെ നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് വളരെയധികം നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു T20 ലാഘവത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇന്ന് കളിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കറിയാമായിരുന്നു ആ ഇന്നിങ്സിന് അധികം ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന്. എന്നിരുന്നാലും മികച്ച രീതിയിൽ 39 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ബോർഡിൽ മാത്രമല്ല ബാക്കി പ്ലേയേഴ്സിന് നല്ലൊരു കോൺഫിഡൻസ് കൊടുത്തു. അവിടെ അതോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റിന് ശേഷം അവിടെ വന്നത് ഗില്ലായിരുന്നു. ഗില്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരുന്നു ഗില്ലധികം പിടിച്ചെടുക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷേ എന്നിരുന്നാലും മാക്സിമം പിടിച്ച് നിന്ന് അവിടെ 36 റൺസ് സ്കോർ ചെയ്തു. അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഗില്ല. പക്ഷേ ഗില്ലിൻ്റെ വിക്കറ്റ്, ഓഫ് കോഴ്സ് ഈ ഒരു പിച്ചിൽ വേറൊന്നും ചെയ്യാനില്ല, ഗില്ലിൻ്റെ വിക്കറ്റ് അവിടെ വീഴുകയായിരുന്നു. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വിരാട് കോഹ്ലിയും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് വന്ന സമയത്ത് തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് KL രാഹുൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. വെറും 8 റൺസ് മാത്രമാണ് അവിടെ KL രാഹുലിന് സ്കോർ ചെയ്യാൻ സാധിച്ചത്. ബാക്കി സ്കോർ ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേട്. ഒരു 7 ഡെക്കുകളാണ് ഇന്ന് ഇന്ത്യൻ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 36 റൺസ് ട്രെയിലിലാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക നിൽക്കുന്നത്. നാളെ ഞാനിപ്പം പറയുകയാണ്, നാളത്തെ ആദ്യത്തെ സെഷനിൽ മിക്കവാറും ഈ ഒരു മത്സരം തീരും. ബാക്കി സൗത്ത് ആഫ്രിക്കയിൽ ടൂർ അടിച്ചിട്ട് ഇന്ത്യക്കാർക്ക് തിരിച്ചു പോരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ മാർക്കറും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ബെനിങ്ഹാമുമാണ് നിൽക്കുന്നത്. മാർക്കത്തിൻ്റെ വിക്കറ്റ് അത്യാവശ്യം സെറ്റായ മാർക്കറാണ് നിൽക്കുന്നത്. മാർക്കത്തിൻ്റെ വിക്കറ്റ് അവിടെ വീണ് കഴിഞ്ഞാൽ ഏകദേശം സൗത്ത് ആഫ്രിക്ക ഒന്ന് കൊളാപ്സ് ആകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഡേയിലെ ആദ്യത്തെ സെഷനിൽ തന്നെ മിക്കവാറും തീരുമാനം ഇതേ രീതിയിലുള്ള പിച്ച് കണ്ടീഷനാണ് നിലനിൽക്കുന്നത് എങ്കിൽ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഇല്ല, എന്നാലും നാളെ മിക്കവാറും കളി തീരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അവർ അധികം ലീഡിലേക്ക് എടുത്താലും സൗത്ത് ആഫ്രിക്ക അധികം ലീഡിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കണ്ടീഷനിൽ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലേക്ക് ഈ ഒരു മത്സരം പോകുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഷുവറാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു 70% ചാൻസ് ഈ ഒരു മത്സരത്തിൽ വിൻ ചെയ്യാൻ ഇന്ത്യക്ക് തന്നെയാണ്. അവനവൻ കുരുങ്ങുന്ന ഗുലുമാൽ എന്ന് പറയുന്ന പോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഈ ഒരു കുരുക്കിൽ കുരുങ്ങിപ്പോയിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ പറയണം. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയത് അല്പം പ്രശ്നം ഉളവാക്കിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം നാളെ എന്താകുമെന്നുള്ളത്. നമ്മുടെ ബോളിംഗ് അറ്റാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് അറ്റാക്ക് വെറുതെ ഇരിക്കില്ല എന്ന്. എന്നിരുന്നാലും പിടിച്ചു നിന്ന രോഹിത് ശർമ്മ, ഗിൽ, വിരാട് കോഹ്ലി ഇവരുടെ ഇന്നിങ്സാണ് ഈ ഒരു ലീഡിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്നിങ്സിനെ കരകയറ്റാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തി. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.